ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അല്ലേ? ഫസ്റ്റ് ഇന്റർവ്യൂ പക്ഷെ ഭയങ്കര അടിപൊളി കേട്ടോ. താൻ എന്നെ നല്ല കമ്പനി അങ്ങനെ കുറച്ചൊക്കെ പറയാം ഞാൻ. ഒരു 5 years കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് നമ്മൾ ഈ ഇന്റർവ്യൂ നമ്മളിങ്ങനെ എടുത്ത് കാണുമ്പോൾ ഇതൊക്കെ മണ്ടത്തരം പറഞ്ഞു എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സിനിമ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഭയങ്കര വിഷമമാണ് സാധനം. ലാസ്റ്റ് മിനിറ്റ് നമ്മളെല്ലാം കൺഫേം ആയി. ടീമിനോട് ചോദിച്ചു. അത് വേറെ പല റീസൺസ് പറഞ്ഞു. അങ്ങനെ കുറെ അങ്ങനെ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒരു സിനിമയിൽ ഇതേപോലെ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി സീക്രട്ട് പഠിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ വേണ്ടി പഠിച്ചു, പിന്നെ വിട്ടു, പിന്നെ പടവും പോയി, എല്ലാം പോയി. വെറുതെ അല്ല, അത് എവിടെയെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും. ഇത് ആശകളായിരം ശരിക്കും പെട്ടെന്നായിരുന്നു. എനിക്ക് ആശകളായിരം ചെയ്യണതിന് മുമ്പായിട്ട് തന്നെ ഏതാണ്ട് സെയിം ടൈമിൽ തന്നെ പള്ളിച്ചട്ടമ്പി പറഞ്ഞ പടത്തില് ഓഡിഷൻ കിട്ടി. ഈ രണ്ട് സെയിം ടൈം ആയിരുന്നു. ഒരേ ടൈം ആയിരുന്നു. അല്ല എനിക്ക് ഞാൻ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, അതും രണ്ട് നല്ല ടീമിന്റെ ഇതായിരുന്നു. പക്ഷെ ഇത് കയറുകയാണെങ്കിൽ ഇത് പറ്റില്ല, ഇത് കയറുകയാണെങ്കിൽ ഇത് പറ്റില്ല, ആ ഒരു ഇതായിരുന്നു. എനിക്ക് കേട്ടിടത്തോളം എനിക്ക് കുറച്ചുകൂടെ ഇത് ബെറ്റർ ആയിട്ട് തോന്നിയത് ആശകളായിരുന്നു. ഹലോ എവരിവൺ, ആശകൾ ആയിരം വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് സൂര്യ ബാലസുബ്രഹ്മണ്യം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ ആളുകളൊക്കെ തിരിച്ചറിയുന്നതിന്റെ ആ ഒരു സുഖം ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല നല്ല ഹാപ്പിയാണ് ശരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് തിരിച്ചറിയണമെന്നില്ല, പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഇതിങ്ങനെ നോക്കണ അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ പോസ്റ്ററിനകത്ത് നിങ്ങളുടെ 4 പേരുടെയും കൂടെ പടം, ആശ ചേച്ചി, ജയറാമേട്ടൻ, കാളിദാസ്, പിന്നെ സൂര്യ, അതിങ്ങനെ ഒട്ടിച്ച് വെച്ച് ഇങ്ങനെ കാണുന്ന സമയത്ത് അത് മറ്റേ ആ പാട്ട് സ്വപ്നം കണ്ടത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിന്റെ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വരുന്നതും ഭയങ്കര 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 സ്പെഷ്യൽ ഫീലാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമായി ഇങ്ങനെ പബ്ലിക്കലി ആ ഹോണർ ഇങ്ങനെ കാണുന്ന സമയത്തുള്ള ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഏകദേശം എത്ര നാളെടുത്തു ഇതൊന്ന് സംഭവിച്ച് ഇങ്ങനെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട്? ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ കാത്തിരിക്കാണല്ലോ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഓക്കെ. ഈ ജേർണി, അതിപ്പോ സിനിമ എന്നുള്ള സംഭവം നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കുഞ്ഞില് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും സിനിമ നടി ആവണം എന്നൊക്കെ, പക്ഷെ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഫാമിലിയിലോ പരിചയത്തിലോ അങ്ങനെയൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും എപ്പോ എങ്ങനെ എന്തെന്ന് മാത്രം അറിയില്ല. പക്ഷെ എന്തായാലും വരും ഉള്ള ഒരു കോൺഫിഡൻസും ഇങ്ങനെ ട്രൈ ചെയ്യലും ഒക്കെ ആയിരുന്നു. ഉണ്ട് അല്ല, നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. അതപ്പോ ഇത് എവിടെ തുടങ്ങണം, എങ്ങോട്ട് വരണം, ആ ഒരു കൺഫ്യൂഷനൊക്കെ അതൊക്കെ ഇങ്ങനെ ഓവർകം ചെയ്ത്? അങ്ങനെ ചോദിച്ചാൽ ലൈക്ക് ഓഡിഷൻസിനൊക്കെ പോകണ്ടായിരുന്നു. പിന്നെ കണക്ഷൻസ് ഒക്കെ അങ്ങനെ കണക്ഷൻസ് മെല്ലെ 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 അങ്ങനെ കൊണ്ടുവരായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് ഞാൻ ശരിക്കും മോഡലിങ്ങും അഡ്വർടൈസ്മെന്റും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അറ്റ് ദ സെയിം ടൈം ഇത് നോക്കണ്ടായിരുന്നു. അങ്ങനെയാണ്. ഓക്കെ. ഈ ആശകളായിരം ഓഡിഷൻ വഴി തന്നെയായിരുന്നു? ആശകളായിരം ഓഡിഷൻ അല്ല, എന്നെ കൃഷ്ണമൂർത്തി സാറാണ് വിളിച്ചത്. അതിൽ വിളിച്ചിട്ട് അതിൽ ഓഡിഷൻ പോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ഓക്കെ. ഏകദേശം എത്ര സമയം എടുത്തു ഒരു കോള്, നമ്മൾ ഇതിനകത്തുണ്ട്, ഇതിന് ഇന്നായി എന്നുള്ള ഒരു കൺഫർമേഷൻ കോള് വരാനായിട്ട്? ഇല്ല, ഇത് പെട്ടെന്നായിരുന്നു ശരിക്കും വന്നത്. എല്ലാം പെട്ടെന്ന്. ഇത് ആശകളായിരം ശരിക്കും പെട്ടെന്നായിരുന്നു. എനിക്ക് ആശകളായിരം ചെയ്യണതിന് മുമ്പായിട്ട് തന്നെ ഏതാണ്ട് സെയിം ടൈമിൽ തന്നെ പള്ളിച്ചട്ടമ്പി പറഞ്ഞ പടത്തില് ഓഡിഷൻ കിട്ടി. ഈ രണ്ട് സെയിം ടൈം ആയിരുന്നു. അപ്പൊ ഞാൻ ഒരേ ടൈം ആയിരുന്നു. അല്ല എനിക്ക് ഞാൻ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, അതും രണ്ട് നല്ല ടീമിന്റെ ഇതായിരുന്നു. പക്ഷെ ഇത് കയറുകയാണെങ്കിൽ ഇത് പറ്റില്ല, ഇത് കയറുകയാണെങ്കിൽ ഇത് പറ്റില്ല, ആ ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് കേട്ടിടത്തോളം എനിക്ക് കുറച്ചുകൂടെ ഇത് ബെറ്റർ ആയിട്ട് തോന്നിയത് ആശകളായിരുന്നു. അങ്ങനെ ആശകളായിരത്തിലോട്ട് ചാടി ഒരു കൺഫ്യൂഷൻ വന്നു, അതായത് അവിടെ പോണോ ഇവിടെ പോണോ? സത്യം പറഞ്ഞ കൺഫ്യൂഷൻ അല്ല, എനിക്ക് രണ്ടെണ്ണത്തിൽ നിക്കണം എന്നായിരുന്നു. ഏതെങ്കിലും ഡേറ്റ് മാറിയിരുന്നെങ്കിൽ രണ്ടെണ്ണത്തിൽ നിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് അങ്ങനെ പറ്റില്ലല്ലോ. അത് സ്ക്രീൻ സ്പേസ് കൂടുതൽ ഇതിലായിരുന്നു. എനിക്ക് കേട്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. ഇനിയിപ്പോ അത് പടം ഇറങ്ങുമ്പോ മിസ്സാക്കിയോന്ന് അറിയാം. ഇതിന് പകരം നമുക്ക് പകരം അവിടെ ആരാ ചെയ്തേന്ന് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. നമ്മൾ ചെയ്തു വെച്ച് അവരെങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട്. ഈ സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചിട്ടാണോ? അല്ലല്ല, എനിക്ക് എന്റെ ക്യാരക്ടറിനെ പറ്റി ആണ് പറഞ്ഞത്. ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. എത്ര പ്രാവശ്യം? ഞാൻ 3 പ്രാവശ്യം. 3 തവണ.
അല്ല ഓരോ തവണ ഇറങ്ങിയിട്ടും ഇത്ര ദിവസം ആയിട്ട്. അതെ അതെ. അല്ല ഓരോ തവണ കാണുമ്പോഴും സ്വന്തമായിട്ട് അതായത് ഞാൻ ചെയ്തു വെച്ചത് കൊള്ളാന്നാണോ അല്ലെങ്കിൽ സ്വയം ക്രിട്ടിസൈസ് ചെയ്യാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു, ഓ ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങുമ്പോൾ പിന്നെ അങ്ങനെ അതല്ലല്ലോ. ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഇപ്പൊ ഞാൻ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. പക്ഷെ എനിക്ക് മൂവി ജഡ്ജ് ചെയ്യാനോ മൊത്തത്തിലോ അതിനൊന്നും പറ്റില്ല. ഫസ്റ്റ് ടൈം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അടുത്ത് ഞാൻ ഇതിൽ വരുമായിരിക്കും അങ്ങനെ നമ്മുടെ സീനിൽ ഇങ്ങനെ ക്യൂരിയസ് അതിലാണ് സിനിമയിൽ മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയൊക്കെ കാണുമ്പോഴാണ് മൊത്തത്തിൽ സിനിമ കാണുന്നത്. ഓക്കെ, മൊത്തം സിനിമ കണ്ട്, അതായത് സിനിമയുടെ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാം. ഇതിന് മുമ്പ് ഇപ്പൊ സിനിമകൾ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പോയിട്ട് ചുമ്മാ ഒരു സിനിമ കണ്ട് റിലാക്സ് ചെയ്ത് വരുന്നതും നമ്മുടെ സിനിമ കാണുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്ത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി പോകുമ്പോൾ ആ ഒരു പടം കാണാൻ വേണ്ടി ഇങ്ങനെ പോകണം. പക്ഷെ നമ്മുടെ പടം കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഉള്ളിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്തായിരിക്കും ഈ നമ്മുടെ ഉദയനാണ് താരത്തില് മറ്റേ സീൻ വരുമ്പോ ചുറ്റും നോക്കുമോ? ഞാൻ ഇല്ല, ഫസ്റ്റും സെക്കൻഡ് ടൈമും നമ്മള് ടീമിന്റെ കൂടെ തന്നെയായിരുന്നു പോയി. അപ്പൊ ചില ഷർഫിന്റെ ഒക്കെ കോമഡി സാധനങ്ങളൊക്കെ എല്ലാവരും ചിരിക്കണമെന്ന് നമുക്കൊരു സന്തോഷം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ തവണ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയെ. അപ്പോ അതേപോലെ ഇങ്ങനെ എല്ലാവരെയും ഒന്ന് വാച്ച് ചെയ്തായിരുന്നു. അപ്പുറത്ത് ഏതോ ഒരു ചേട്ടൻ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കുക, ആളാണോ ഇത്? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയണ്ടേ വീഡിയോ എടുക്കാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സ്ക്രീനൊക്കെ. അപ്പൊ ആൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ എനിക്ക് ചമ്മല് തോന്നുന്നു, ഇങ്ങനെ നോക്കണം, അങ്ങനെ ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴത്തേക്കും അതായത് ടെൻഷനാണോ, അതായത് മറ്റുള്ളവർ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു സംഭവം? ഇല്ല, ഫസ്റ്റ് ടൈം എനിക്ക് ടെൻഷനും ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ, ഞാൻ ചെയ്തത് വർക്ക് ആവോ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കുഴപ്പമില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. കുറെ മെസ്സേജ് ഒക്കെ വന്നോ? ഫുൾ ഇൻബോക്സ് ഒക്കെ. പക്ഷെ അങ്ങനെ ഐ മീൻ എന്റെ ഫ്രണ്ട്സും പരിചയക്കാരാണ് കൂടുതലും മെസ്സേജ് അയക്കുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് എന്റെ പേരൊന്നും അങ്ങനെ അറിയില്ല. അതുകൊണ്ട് വേറെ ആൾക്കാർ കുറവാണ്. എനിക്ക് തോന്നുന്നു പേരറിയില്ല എന്ന് പറയുന്ന സമയത്തും ഈ പോസ്റ്റർ കാണുമ്പോഴേ ഈ ജയറാമേട്ടന്റെ മോളായിട്ട് അഭിനയിച്ച ഈ കുട്ടി ആരാ, ഈ കൊച്ചാരാ, അങ്ങനെ ഞാൻ കണ്ടു. ചില പോസ്റ്റുകൾ ഇങ്ങനെ മീഡിയാസ് ഇറക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ അനിയത്തി ചെയ്ത കുട്ടി ആരാ, കുട്ടിയുടെ പേരെന്താന്നൊക്കെ ഒരു കമന്റ്. ഞാൻ തന്നെ പോയി ഞാനാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എന്റെ പേര് ടാഗ് ചെയ്യുന്നത് ഫേക്ക് ഐഡി തുടങ്ങിയിട്ട് ഇത് ഞാനാണ് അങ്ങനെ പറയാനും പറ്റില്ല. ചേട്ടാ ഞാനാ എന്ന് മനസ്സിലിങ്ങനെ മനസ്സിലാക്കുമെന്ന് പറയാനും പറ്റില്ല. അത് ശരിയാ. ഓക്കെ, ഇപ്പൊ ഈ വീട്ടുകാരായിട്ട് പോയോ? ഞാൻ ചോദിക്കാൻ പറഞ്ഞു സിനിമയ്ക്ക്. ഇല്ല, വീട്ടുകാരായിട്ട് പോയില്ല. ഞാൻ ടീമിന്റെ കൂടെയും ഇവിടെ തന്നെ നിന്ന് ഇങ്ങനെ നിങ്ങളിപ്പോ ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളിച്ചു. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് ഇവിടെ തന്നെ നിൽക്കണോണ്ട് ഫാമിലി തിരക്കാണ്. അവര് പോയി കണ്ടു. അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സീനേ ഉള്ളൂ അങ്ങനെ. ഫാമിലി മെമ്പേഴ്സും ഞങ്ങൾ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒരുമിച്ച് അവര് പോയെ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സീൻ എക്സൈറ്റ്മെന്റും ഇതൊക്കെയാണ്. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഇത്ര വലിയ മൂവിയുടെ ഭാഗമായത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യെങ്കിലും അഡ്വർടൈസ്മെന്റ് സ്ക്രീനിൽ കാണാൻ വരുമല്ലോ, തിയേറ്റർ വരുമല്ലോ. അപ്പൊ എന്നാലും എനിക്ക് കാണണ്ട, എനിക്ക് സിനിമയിൽ എന്നെ കണ്ടാൽ മതി. ഞാൻ എന്റെ ആഡുള്ള തിയേറ്ററിൽ ഞാൻ പോയില്ല. പോയാലും ആഡ് കഴിഞ്ഞിട്ടേ കേറുള്ളൂ. എനിക്ക് സിനിമ എന്നെ കാണണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അപ്പൊ എന്നെ സിനിമയിലായിട്ട് എനിക്ക് എന്നെ ബിഗ് സ്ക്രീനിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ 26 യാഥാർത്ഥ്യമായത്. എനിക്ക് തോന്നുന്നു ഈ ആഡും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് വരാനുള്ള മുൻപിലുള്ള ഒരു കുറച്ച് വഴികളായിട്ടായിരുന്നു. അങ്ങനെ കുറച്ച് കണക്ഷൻസ് കിട്ടി. അല്ലാണ്ട് പടത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതുമായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല. അതിന്ന് റിലേറ്റ് ചെയ്തിട്ട് ഇല്ല അങ്ങനെ വന്നത്. എനിക്ക് മിക്കവാറും എല്ലാവരും ഇങ്ങനെ ഒരു സിനിമ കഴിയുമ്പോഴത്തേക്കും ഞാൻ മുൻപ് മോഡലിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ അതായത് അതിലേക്കുള്ള ഒരു വഴി എന്നുള്ള രീതിയിൽ കോൺടാക്ട്സ് കിട്ടുമല്ലോ. അങ്ങനെ തന്നെ ആയിരുന്നു നമ്മളും. അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് അഡ്വർടൈസ്മെന്റ് ആയിട്ട് തന്നെ പോവായിരുന്നു. മോഡലിംഗും ഫോട്ടോഷൂട്ടും അവിടെ തന്നെ കിടന്ന് കറങ്ങായിരുന്നു അതിന്റെ ഒരു ബന്ധം വെച്ച്. ഓക്കെ, ഇപ്പൊ ഈ നമ്മുടെ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിക്കവാറും സീൻസ് എല്ലാവരും നിങ്ങൾ 4 പേരും ഉള്ള സീൻസാ. അപ്പൊ ബാക്കി 3 പേരും ഭയങ്കര ലെജൻഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സീന് നമ്മുടെ ജയറാമേട്ടന്റെ സീനായിരുന്നു, വാരി തരുന്ന ഇത്, ആ സോങ്ങില്ലേ, അതാണ് ഫസ്റ്റ് ക്യാമറയിൽ ഞാൻ പോകുന്നത് ആ പടത്തില്. അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെയാണ് സീൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓക്കെ, അപ്പൊ ഞാൻ പരിചയപ്പെട്ടു, ജയറാമേട്ടനെ പരിചയപ്പെട്ടു. അപ്പൊ ടെൻഷൻ ഉണ്ട് എനിക്ക്. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്നുള്ളത് ഞാൻ തന്നെ. കുഞ്ഞില് മുതലേ ശരിക്കും ജയറാമേട്ടന്റെ പല പടങ്ങളും ഞാൻ ചെറുപ്പത്തിലേ കാണുന്ന സമയത്ത്
പുള്ളിക്കാരൻ ശരിക്കും ഫാമിലി മാൻ ആയിട്ടാണ് കൂടുതൽ പടങ്ങൾ, മോൻ അല്ലെങ്കിൽ മോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചില മോളുകളുടെയൊക്കെ സിനിമ കാണുന്ന സമയത്ത് വിചാരിക്കും, ഷോ ഈ മോള് ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആ അച്ഛൻ സ്നേഹമൊക്കെ ഭയങ്കര അടിപൊളിയല്ലേ കാണാൻ നമുക്ക്. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എനിക്കിങ്ങനെ മോളായിട്ട് തന്നെ ഫസ്റ്റ് ഭയങ്കര രസമായിരുന്നു. ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ടെൻഷൻ ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി ടെൻഷൻ ആക്കിയിട്ട് പുറത്ത് ഓക്കെ നമ്മൾ എന്റേത് കറക്റ്റ് ആക്കണം എന്ന് എനിക്കാണല്ലോ ഉള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ സെറ്റ് ആക്കായിരുന്നു. പിന്നെ ഒരു നല്ല കമ്പനി ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും ഒരു ഫാമിലി വൈബിൽ തന്നെ പോയി. എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഷൂട്ട്? എനിക്കൊരു 20-25 days. അത് മൊത്തം നിങ്ങൾ 4 പേരും കൂടെ ഉള്ള സീൻസ് ആയിരിക്കും കോമ്പിനേഷൻ അവരായിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ. ആശ ചേച്ചി അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ആശ ചേച്ചി അല്ല ശരിക്കുള്ള ആശ ചേച്ചി. ഭയങ്കര അടിപൊളിയാണ്. ആദ്യം കണ്ടപ്പോ നമുക്ക് മറ്റേ ദൃശ്യത്തിൽ ആ സാധനമൊക്കെയാണ് ഓർമ്മ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്താണെന്നും അറിയില്ലല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയി പരിചയപ്പെട്ടു, ഞാനാണ് ഇങ്ങനെ കൊണ്ട് സംസാരിച്ചു. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര എന്താ പറയാ, ഭയങ്കര സംസാരമൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഭയങ്കര കംഫർട്ടാക്കി. എന്തുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും, ഹെൽപ്പ് ചെയ്യാം, ഒന്നും പേടിക്കണ്ട കേട്ടോ മോളെ, ചക്കരയെന്നൊക്കെ വിളിക്കാം. അപ്പൊ അത് തന്നെ ഭയങ്കര നമുക്കൊരു ഇതായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര വൈബാണ് ശരിക്കും. ശരിക്കും ഒരു യോയോ മമ്മിയാണ്. നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോഴും അവരുടെ ഫാമിലി വൈബ് അങ്ങനെയാണ്. പിന്നെ കാളിദാസ് ചേട്ടൻ അടിപൊളിയാണ്, നല്ല ചേട്ടൻ. എനിക്കതൊരു കുറെ പേരുടെയൊക്കെ ക്രഷാണ് നമുക്ക് കാണുമ്പോഴത്തേക്കും. ആ ഒരു ശരിക്കും എനിക്ക് ഒരു ചേട്ടൻ വൈബ് ആയിട്ട് തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മുടെ കോമ്പിനേഷൻ സീനിൽ അതേപോലെ ജയറാമേട്ടനും കാളിദാസ് ചേട്ടനും ഒക്കെ നമ്മുടെ മറ്റേ റിയാസ് ഖാന്റെ ആ ഡയലോഗിലെ സൂര്യ തെറ്റന്റെ ഭാഗത്താണ്, ആ സാധനം ഇങ്ങനെ ഇരുന്ന് പറയും. കാളിദാസ് ചേട്ടൻ അത് നന്നായി ഇമിറ്റേറ്റ് ചെയ്യും. അത് രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ കോമഡി ആയിരുന്നു, രസമായിരുന്നു. എനിക്ക് 25 years കഴിഞ്ഞിട്ടാണ് അവരുടെ ഒരു കോംബോ വീണ്ടും വർക്ക് ആവുന്നത്. എനിക്ക് ഈ സിനിമയ്ക്ക് ആ ഒരു പ്രത്യേകതയും കൂടെ. അതെ എല്ലാവരും വെയിറ്റ് ചെയ്ത. ഓക്കെ. ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞ? ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. പക്ഷെ ഭയങ്കര അടിപൊളി കേട്ടോ. താൻ എന്നെ നല്ല കമ്പനി അങ്ങനെ കുറച്ചൊക്കെ പറയാം ഞാൻ. അല്ല ശരിക്കും ഇത് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കാട്ടിലും ടെൻഷനാണ് ഇന്റർവ്യൂ വരാൻ. അത് സാധാരണ നമ്മൾ ഇന്റർവ്യൂസിന് പോകുമ്പോൾ അവിടെ വരുന്ന ആക്ടേഴ്സ് ഒക്കെ പറയും ഞങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കുന്നത്. അതെന്ന് വെച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, രാവിലെ മുതൽ എല്ലാ ചാനൽസും വരും കേട്ടോ. അപ്പൊ അവര് പറയും സിനിമയിൽ അഭിനയിക്കുന്നേക്കാളും ബുദ്ധിമുട്ട് അവർക്ക് ഇവിടെ വന്നിങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുക എന്നുള്ള. പക്ഷെ സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരുമ്പോൾ നമ്മളത് ചെയ്തല്ലേ. ഞാൻ മറക്കില്ല, കൗമുദി ചാനൽ എന്റെ സ്നേഹം എന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5 years കഴിയുമ്പോഴത്തേക്ക് എന്തായാലും കരിയർ ജേണി മുന്നോട്ട് പോയിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മൾ ഈ ഇന്റർവ്യൂ നമ്മളിങ്ങനെ എടുത്ത് കാണുമ്പോൾ എനിക്കോട് നമ്മുടെ ഫസ്റ്റ് സീൻ കാണുന്ന ചിന്തിക്കുമായിരിക്കും. അല്ല, ഫസ്റ്റ് സീൻ നമ്മൾ കാണുമ്പോൾ അതായത് ഇപ്പൊ നമുക്ക് തോന്നും എന്റെ ബെസ്റ്റ് ആണ് ഞാൻ ഈ സിനിമയിൽ. ബെസ്റ്റ് എന്നൊന്നും പറയണില്ല എനിക്ക്. അല്ല, ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന മാക്സിമം അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്? ആണോ? അല്ല അറിയില്ല. ഇതിങ്ങനെ ചെയ്യായിരുന്നു തോന്നുന്നുണ്ട് കണ്ടു കഴിഞ്ഞിട്ട്. ഓക്കെ. അല്ല, നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാക്സിമം കൊടുക്കണം എന്ന് വിചാരിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പരിപാടി അങ്ങ്, അതായത് അവരൊക്കെ ഇപ്പൊ ജയറാമേട്ടനാണെങ്കിലും ആശ ചേച്ചി അവരൊക്കെ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ആ ഈസിനെസ് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ ഈ 5 years കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എന്തായാലും ഡെഫിനറ്റ്ലി എത്തിക്കാണും. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല കോമഡി ആയിരിക്കും അല്ലേ. എന്തൊക്കെ വളർത്തര കാണിച്ചെന്നൊക്കെ വിചാരിക്കണ്ടാവും. അതാ ഇതിന്റെ ഒരു പരിപാടി നമുക്കൊരു ടെക്നിക്ക് പിടികിട്ടി കഴിയുമ്പോഴാണല്ലോ ഇത് ഇങ്ങനെ ആയിരുന്നു. കാരണം പല ആളുകളും ഇതുപോലെ ഇന്റർവ്യൂസിൽ പറയുന്നത് കേട്ടിട്ടില്ലേ, പണ്ടത്തെ സംഭവം ഞാൻ അന്ന് എന്താ ചെയ്ത് വെച്ചത്, ക്രിഞ്ചായി പോയോ എന്നൊക്കെയുള്ള. ഞാൻ കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇത് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ ചിന്തിക്കുമ്പോഴല്ലേ അതെ, ഇത് മൊത്തത്തിൽ നമ്മളൊരു ഭയങ്കര ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നോക്കുമ്പോ ഇത് ഞാൻ ഇപ്പൊ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ, അങ്ങനെ നമ്മൾ വിചാരിക്കുമല്ലോ. ആ ഒരു 5 yearsലേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അല്ല, നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പ്ലാൻ അല്ലല്ലോ ശരിക്കും. നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും നാള് നമുക്ക് ഉള്ളത് പോലെ ഇനി ഇത് സ്ട്രഗിൾ, ഇത് യഥാർത്ഥ സ്ട്രഗിൾ തുടങ്ങി. അതിന് ഓവർകം ചെയ്ത് സർവൈവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്? എന്ത് വന്നാലും കട്ടയ്ക്ക് കോൺഫിഡൻസോടെ നിൽക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലത്തെ. നിങ്ങൾ സിനിമയ്ക്ക് വിളിക്കണം. അതാണ് അത് മാത്രമാണ് ഇപ്പൊ മൈൻഡിലുള്ളത്. ഏതെങ്കിലും കോൾസ് എന്തെങ്കിലും വന്നു ഇത് കണ്ടിട്ട്? അങ്ങനെ സംസാരിച്ചു, പക്ഷെ ഒന്നും കൺഫേം ആയിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കോൾസ് ഒക്കെ വരും. ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ടൊന്നും ഇല്ല, എന്നാലും വിചാരിച്ചു.
ഇനിയും ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ മുന്നോട്ട് പോവാതെ തന്നെയാണ് നമ്മള് പ്ലാൻ. ഓക്കെ, ഇപ്പൊ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞതുകൊണ്ടേ ഇനിയിപ്പോ സെക്കൻഡ് മൂവിയിലേക്ക് വരുമ്പോൾ നമുക്ക് അത് നേരത്തെ എക്സ്പീരിയൻസ് വരുമല്ലോ. അപ്പൊ അത് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടെ കോൺഫിഡൻസ് നമ്മളെ കൂട്ടുവാണോ, അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ സ്ട്രഗിൾ വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ഒരെണ്ണം ചെയ്താൽ നമുക്ക് അതിനൊരു എക്സ്പീരിയൻസ് നമുക്ക് ഗുണം ചെയ്യുമല്ലോ എന്ന് വിചാരിക്കണോ. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൽ അങ്ങനെ അഭിനയിക്കണം എന്നുള്ളൊരു സാധനം ഇല്ല. ഞാൻ തന്നെയാണ് അതില്. അച്ഛനും ഒരു ബ്രദറുമാണ്, അത് നിങ്ങൾക്ക് ഈസിലി കണക്ട് ചെയ്യാം. ലൈക്ക് എന്റെ വീട്ടിലും ഫാമിലിയിലും ഫ്രണ്ട്സും ഒക്കെ കണ്ടപ്പോ നീ തന്നെ അത് അങ്ങനെയാ പറഞ്ഞേ. അതുകൊണ്ട് എനിക്കത് അഭിനയിക്കേണ്ടി വന്നില്ല, ജീവിക്കായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ലൈക്ക് അവന്റെ ഒക്കെ ഒരു കോംബോ ഒക്കെ വന്നതും അവരോരോന്ന് ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങനെ ഇന്നാവും. ഓക്കെ, അത് നമ്മളെ ആ സിറ്റുവേഷനിലേക്ക് അവരങ്ങനെ ഇൻ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോ വേറൊരു ക്രൂവിന്റെ കൂടെ പോകുമ്പോ ഈ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഫീൽഡിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇപ്പൊ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാതെ റിപ്പീറ്റഡ്ലി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സിനിമ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അല്ല, ഏതാ പടം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ എല്ലാം സെറ്റായി ലൈക്ക് അതിന് എനിക്ക് പറയാൻ പറ്റും എനിക്കറിയില്ല. അല്ല, എല്ലാം സെറ്റായി ലാസ്റ്റ് മിനിറ്റ് പോയിട്ടുള്ള ഇതുണ്ട്. ഭയങ്കര വിഷമമാണ് സാധനം. ലാസ്റ്റ് മിനിറ്റ് നമ്മളെല്ലാം കൺഫേം ആയി. ടീമിനോട് ചോദിച്ചു, അത് വേറെ പല റീസൺസ് പറഞ്ഞു അങ്ങനെ പോയി. അപ്പോ അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് അതിപ്പോ നമുക്ക് ഇഷ്ടം, നമ്മുടെ പാഷൻ ഇതാണ്. അല്ലേ, എന്റെ മൈൻഡിൽ അന്ന് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. കുറെ അങ്ങനെ പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ ഒരു സിനിമയിൽ ഇതേപോലെ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി സിഗരറ്റ് വലിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാരക്ടർ എന്നോട് ചോദിച്ചു സിഗരറ്റ് വലിക്കാൻ പഠിച്ചതൊക്കെ വെറുതെ അങ്ങനെയല്ല, സിഗരറ്റ് വലിക്കൂ. അപ്പൊ ഞാൻ അയ്യോ ഇല്ല, ഈ ക്യാരക്ടർ സിഗരറ്റ് വലിക്കും. അയ്യോ ആണോ, ഞാൻ പഠിക്കാം ഇങ്ങനെയായിരുന്നു. അപ്പൊ ശരി എന്ന് പറഞ്ഞ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ വേണ്ടി പഠിച്ചു, അത് പിന്നെ വിട്ടു. പിന്നെ പടവും പോയി, എല്ലാം പോയി. വെറുതെ അല്ല, അത് എവിടെയെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും, ഏതെങ്കിലും ക്യാരക്ടർ വരുമ്പോഴത്തേക്കും അല്ലേ. അല്ല, ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പുറകിൽ ഇത്രയും ഒരു ക്യാരക്ടർ സെലക്ട് ആകുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇത്രയും പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മുടെ ഈ ആശകളായതിനു വേണ്ടി എനിക്ക് ഒരു പ്രിപ്പറേഷനും പക്ഷെ ഈ പോയതിന്റെ ഒക്കെ അത് സിഗരറ്റ് വലിക്കാൻ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചെയ്തതൊക്കെ കയ്യിൽ നിന്ന് പോയി. വെയിറ്റ് ലോസ് ആയിരുന്നു. ഓക്കെ, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ കുറെ പട്ടിണി കിടന്നു. അതെ, ചുമ്മാ കുറെ പട്ടിണി കിടന്നു. എന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ഇതൊക്കെ നമുക്കുണ്ടല്ലോ ഭയങ്കര ഫ്രസ്ട്രേഷനും സങ്കടവും എല്ലാം വരും. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, നമ്മുടെ കയ്യിലല്ലല്ലോ. അതാണ് ഈ സിനിമ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ ഒരാളോട് പറ്റുള്ളൂ. ഈ സിനിമയുടെ കാര്യത്തിൽ ഞാൻ ഒരാളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ കൂടെ താമസിക്കുന്ന കുട്ടിയോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എണ്ണിട്ട് ഒരു വർക്കിന് പോകുന്നു എന്നുള്ള രീതിയിൽ എന്താ ചെയ്യുന്നത് ഏതാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ പേടിയായിരുന്നു നമ്മുടെ സീൻസ് കട്ടായി പോകുന്ന. അതേപോലെ എന്തെങ്കിലുമൊക്കെ വന്നാലോ പറയാൻ പറ്റില്ലല്ലോ, സിനിമയല്ലേ. ഇതിനകത്ത് കട്ടായി പോയിട്ടുണ്ടോ? അങ്ങനെ കട്ടായി പോയിട്ടുണ്ട്. നമ്മൾ കുറെ അഭിനയിച്ചു വെച്ച കുറെ സാധനങ്ങൾ പോയിട്ടുണ്ട്. ഏതെങ്കിലും സീൻ അതായത് നമുക്ക് പേഴ്സണലി തോന്നുമല്ലോ ഈ സീനിൽ ഞാൻ ഭയങ്കര അങ്ങനെയുള്ളൊരു സീൻ പോയിട്ടുണ്ട്. ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വരുമോ? വന്നാ നന്നായിരുന്നു. എന്റെ അഭിനയം അതിനകത്താണ് ഇരിക്കുന്നത്. അല്ല, ഒരു സീനൊന്നും എടുത്തിട്ടേ ഇല്ലായിരുന്നു. ലൈക് ക്ലൈമാക്സിൽ നമ്മള് മറ്റേ പോസ്റ്ററിലുള്ള ഒരു ഫോട്ടോ ഇല്ലേ, നമ്മള് ബീച്ചിലിരിക്കുന്നൊക്കെ, അതിന്റെ സീൻ ഉണ്ടായിരുന്നു. അതും ഇല്ലായിരുന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഉള്ളതാണ് അതിന്റെ വേണ്ടത്. ഇതാണ് കറക്റ്റ് ആക്ച്വലി. ഓക്കെ, അല്ല സിനിമ കണ്ടപ്പോ അതായത് ഏതൊക്കെ സീൻസാ ഉള്ള ഇല്ലാത്തതൊന്നും അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് സിനിമ മൊത്തം ഇരുന്ന് കണ്ടത്. ക്യൂരിയോസിറ്റിയോടെ നമുക്ക് മനസ്സിലാവും ഇതുണ്ടായിരുന്നില്ലല്ലോ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറെ പോയല്ലോ. റിവ്യൂസ് കാണാറുണ്ടോ സിനിമ? ഞാനിപ്പോ റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഈ പെങ്ങളായി അഭിനയിച്ച കുട്ടിക്ക് കുറെയൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ, അതിന് സ്ക്രീൻ സ്പേസ് കൊട്ടും കുറഞ്ഞു പോയി എന്നുള്ളൊരു കമന്റ്. അങ്ങനെ പറഞ്ഞോ? ആണോ? അയ്യോ, ഞാൻ എന്താ പറയാ, അത് സത്യം പറയുന്ന സ്പേസ് ഉണ്ടായിരുന്നു. ആ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്ത് പോയപ്പോ കുറച്ചുകൂടെ പോയതാ അല്ലെ? അത്രയൊക്കെ തന്നെയാണ് ഉള്ളത് ആക്ച്വലി. സ്ക്രീൻസ് ആ ക്യാരക്ടർ അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ സീനിന്റെ സമയത്ത് തന്നെ നമ്മള് കാളിദാസ് ചേട്ടനും ഞാനും ആയിട്ട് പുള്ളി എന്നോട് പറയായിരുന്നു, നമുക്ക് ബ്രദർ സിസ്റ്റർ ഫൈറ്റ് ഒക്കെ വേണമായിരുന്നു അല്ലേ. അപ്പൊ ഞാനല്ലേ അതുണ്ടായ കുറച്ചുകൂടെ രസമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറയായിരുന്നു. ആ ക്യാരക്ടർ അങ്ങനെയാണ്. ലൈക്ക് ഹോസ്റ്റലിലുള്ള കുട്ടി ഇടയ്ക്ക് വരുന്നു,
അവിടത്തെ ചില്ലിങ് കാര്യങ്ങളിലാണ് കുട്ടി ഇടപെടുന്നുള്ളൂ, അല്ലാണ്ട് ഇമോഷണൽ സാധനങ്ങളോ അതിനൊന്നും ഇല്ല. അല്ല, കുറച്ചുകൂടി ഇമോഷണലി ഒക്കെ ഇപ്പൊ സിനിമ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് ഇമോഷണലി ആണല്ലോ സിനിമ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ആ ഇമോഷൻസ് ഒക്കെ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിലുള്ള അല്ല, നല്ല കിട്ടിയാ നല്ലതായിരുന്നല്ലോ. അത് കുറെ പേര് എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലൈമാക്സിൽ ഇല്ലല്ലേ, ക്ലൈമാക്സിലും കൂടെ വേണമായിരുന്നു. പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെയാണ്, ലൈക്ക് എല്ലാത്തിനും അങ്ങനെ ഇല്ലല്ലോ. പഠിക്കാനുള്ള കുട്ടി ഇതൊക്കെ നടക്കുമ്പോ കുട്ടി ഹോസ്റ്റലാണ്, അങ്ങനെ എക്സാം ആയിരുന്നു, അതുകൊണ്ടില്ല. ക്ലൈമാക്സിലല്ലോ, ഞാൻ ഹോസ്റ്റലിലാണല്ലോ. അതെന്നോട് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ എക്സാം ആയിരുന്നു, കുട്ടി പഠിക്കാൻ. ഓക്കെ. ഈ പ്രൊമോഷൻ ഭാഗമായിട്ട് തിയേറ്റർ വിസിറ്റ് ഒക്കെ പോയില്ലായിരുന്നു? ആ ഒരു ഡയറക്റ്റ് നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. എനിക്ക് ശരിക്കും തിയേറ്റർ വിസിറ്റിനെ കാട്ടിലും ട്രെയിലർ ലോഞ്ചിന് പോയപ്പോഴായിരുന്നു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത്. ലൈക്ക് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന പോലെയല്ലോ പബ്ലിക്കിന്റെ മുന്നിലോട്ട് പോകുമ്പോ. തിയേറ്റർ വിസിറ്റ് ഒബ്വിയസ്ലി മെയിൻ ആയിട്ട് ഇവരായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ ട്രെയിലറിന് പോകുമ്പോ എന്തേലും പറയേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പറയണം. പക്ഷെ അവിടെ പോയപ്പോ ഒക്കെ പോയി. ഞാൻ എന്തൊക്കെയാ പറയാൻ വന്നേന്നൊന്നല്ല, അതൊന്നും പറഞ്ഞില്ല. പ്ലാൻ ചെയ്തതൊന്നല്ല. ഞാനും ആശ ചേച്ചിയും ഇവരെ കാറിൽ ഇരുന്നിട്ട്, പുള്ളിക്കാരി ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ലുലു എത്തിയപ്പോ എനിക്ക് ടെൻഷനാണ്. അപ്പോ ആശ ചേച്ചി എന്താ മോളെ, എന്താ ചക്കരയെ പറ്റും, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇത്രയും അപ്പൊ ഞാൻ എന്നിട്ട് ആശ ചേച്ചിയോട്, അതെ ഞാൻ എങ്ങനെ ഇറങ്ങണ്ടേ, ഏതിലേ ഇറങ്ങണ്ടേ, കാറിൽ നിന്ന് ഇറങ്ങണതാ ചോദിക്കണേ, രണ്ടുപേരേ ഉള്ളൂ. അപ്പൊ ആശ ചേച്ചി ഇതേ പോയിട്ട് അതിന്റെ ബാക്കിൽ ഞാൻ ഇറങ്ങണോ അതോ ഞാൻ ഇതേ ഇറങ്ങണോ, അങ്ങനെ ഞാൻ ചോദിക്കുന്നു. പുള്ളിക്കാർ ഭയങ്കര ചിരിയൊക്കെ, ഞാൻ ഇതിലേ ഇറങ്ങും, നീ ഇതിലേ ഇറങ്ങും. അപ്പൊ അതൊക്കെ ആയിരുന്നു ടെൻഷൻ. തിയേറ്റർ വിസിറ്റ് ശരിക്കും അതേപോലെ എല്ലാവരും കാണണോ വരുന്നു, സംസാരിക്കണോ, ഫോട്ടോ എടുക്കണോ, ഒരു ഭയങ്കര സ്പെഷ്യൽ ഫീൽ ആണ്. ആ ഒരു മോന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതൊക്കെ. ഇപ്പൊ അതിലൂടെയാണ് നമ്മൾ കടന്നത്. അത് നമ്മൾ സെലിബ്രിറ്റി ആയി എന്നുള്ള ഒരു സംഭവം ചെറുതായിട്ട്, അത്ര ഫീൽ ഇല്ല. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കാം, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഫീൽഡിൽ തന്നെ നമ്മൾ സർവൈവ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും, അതായത് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, കാരണം ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ. ഇത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുടെ അടുത്ത് അതായിരിക്കും, അവർക്കായിരിക്കും ഇങ്ങനത്തെ ടിപ്പൊക്കെ പറയാൻ പറ്റുള്ളൂ. അറിയില്ല. ഞാൻ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ അല്ല, അതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു, കോൺഫിഡന്റ് എന്ത് വന്നാലും തകരില്ല, തളരില്ല എന്നുള്ള ഒരു മാത്രമേ. ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, എനിക്ക് സിനിമയാണ് വേണ്ടത്, ഫാമിലിയുടെ ഒരു സപ്പോർട്ട്. ആക്ച്വലി ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ പോയി, ജോലിക്ക് കയറി, PG കഴിഞ്ഞു, ജോലിക്ക് കയറി. അപ്പോഴും എന്റെ മൈൻഡ് സെറ്റ് അല്ല. അപ്പോഴൊക്കെ ജോലി സെറ്റ് അല്ലാന്നോ, അല്ലെങ്കിൽ സിനിമ ജോലിയും സെറ്റ് അല്ല എനിക്ക്. അല്ല, ജോലിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എന്റെ പ്രശ്നമാണ്. ലൈക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ലൈക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിലും പോട്ടെ. ലൈക്ക് നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ഇതെങ്കിലും വേണമല്ലോ. നമ്മൾ ട്രൈ ചെയ്യാണ്ട് ഇങ്ങനെ പോകുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് എന്ത് അങ്ങനെ സാധനങ്ങളൊക്കെ ആയി. പിന്നെ അവസാനം ഞാൻ 2 ജോലി റിസൈൻ ചെയ്തപ്പോ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ എന്നാ നോക്കട്ടെ, അവളെ നോക്കട്ടെ. അപ്പൊ നമ്മൾ സിനിമ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് തന്നെ ആയിരുന്നു കൊച്ചിയിലോട്ട് വണ്ടി കയറിയത്? അതെ അതെ, സത്യം പറഞ്ഞ ആണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ജോലി നോക്കി, അവിടെ നോക്കി, കൊച്ചിയിൽ വന്ന് ജോലി നോക്കി സൈഡിൽ കൂടെ നോക്കാന്നുള്ള മൈൻഡ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ വന്നു. പക്ഷെ അറിയാം ഇത് തന്നെയാണ് ഇപ്പൊ ഇനി നടക്കാൻ പോണത്. പക്ഷെ അതൊരു പോസിബിൾ അല്ലാത്ത കാര്യമില്ല. അതായത് നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം നിൽക്കേണ്ട ഒരു, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി അവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് കാര്യമുള്ളൂ എനിക്കും തോന്നിപ്പോയി. കാരണം അതിന്റെ സമയത്തൊക്കെ ട്രൈ ചെയ്യണമെന്നാണെങ്കിലും ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് അതിനു വേണ്ടി ഫുള്ളി ഇറങ്ങാനുള്ളതും, ഒരു ജോലിക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, ഓഡിഷന് പോകാൻ പറ്റില്ല, ലീവ് കിട്ടില്ല. ഇതൊക്കെ ചിലപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം അടുപ്പിച്ച് ഓഡിഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ പല പോകണം, എല്ലാ ദിവസവും ലീവ് കിട്ടില്ല. അപ്പൊ നമുക്കാണെങ്കിൽ ശരിക്കും ഏറ്റവും വലിയ സ്ട്രഗ്ലിങ് അതല്ല. അതായത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കുള്ള പൈസ നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. ഞാൻ ശരിക്കും മോഡലിംഗും അഡ്വർടൈസ്മെന്റും ഫോട്ടോഷൂട്ടും അങ്ങനത്തെ പരിപാടികളിൽ ഞാൻ ഓക്കെ ആയിരുന്നു. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ കൂടെ ഈ ഒരു സംഭവം നമ്മൾ കൊണ്ടുപോകണം. ഫാമിലിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളൊരു. ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയ ശേഷം അതൊന്ന് സെറ്റ് ആയിട്ടുണ്ടോ? ഇപ്പൊ അവർ ഓക്കെയാണ് തോന്നുന്നു. അതെ, ഓക്കെയാണ്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ അവള് സെറ്റ് ആക്കും എന്നൊരു ഇതുണ്ട്. ഓക്കെ. അല്ല, അതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളും ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു മാറ്റം ഉണ്ടോ? അല്ല, സിനിമ കിട്ടിയത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ തന്നെ അവര് ഹാപ്പിയാണ്.
ഇത്രയും വലിയ ക്രൂ, ഇത്രയും വലിയ ടീം ഒബ്വിയസ്ലി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ടെൻഷൻ ഉണ്ടായില്ല, അതായത് ലാസ്റ്റ് മൊമെന്റിൽ ഇനി എങ്ങാനും പോയാലോ എന്നുള്ള? ഇല്ല, അവര് ഫസ്റ്റ് ഡേ പൂജയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, ട്രെയിലർ ലോഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് കാണാൻ വന്നു. അവര് ഓക്കെയാണ്. ഓക്കെയാണ്. ഇപ്പൊ ഈ കൺഫ്യൂഷൻ പള്ളിച്ചട്ടമ്പിയുടെ കാര്യമല്ലേ കൺഫ്യൂഷൻ വന്നല്ലോ, അങ്ങനെ കൺഫ്യൂഷൻ വന്നപ്പോ ആരോടെങ്കിലും അഡ്വൈസ് ചോദിച്ചായിരുന്നു? അതായത് ഞാൻ ഇതെടുക്കണോ, ദിസ് ഓർ ദാറ്റ് എന്നുള്ള ഒരു സാധനം വരുമല്ലോ. ഞാൻ ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ രണ്ടും നീ നോക്കിയിട്ട് നിനക്ക് ഏതാണെന്നാണ് എല്ലാവരും ഫൈനലി അത് നമ്മളിലേക്ക് തന്നെ വരും. ലൈക് പള്ളിച്ചട്ടമ്പി വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അങ്ങനെ എല്ലാവരും നിന്റെ ഇത് നോക്കി ചെയ്യുന്നതന്നെ പറഞ്ഞു. കാരണം അറിയില്ല, ആർക്കും അറിയില്ലല്ലോ എന്താ അതിന്റെ. ആരോട് അങ്ങനെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ചോദിക്കുന്നത്? വീട്ടിൽ തന്നെയാണോ? വീട്ടില് അല്ല, ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അവരാണ് നിനക്ക് ഏതാണ് റൈറ്റ് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പേടി എന്തായിരുന്നു? കാരണം ബാക്ക്ഗ്രൗണ്ട്സ് ഇല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല, അപ്പൊ നമ്മൾ ഇവിടെ എത്തിപ്പെടാം. അപ്പൊ ഒരു പേടി അകത്തുണ്ടായിരുന്നു? അങ്ങനെ ഒരു പേടി ഇപ്പൊ റീസെന്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇല്ല അല്ല, വരുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിലാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമ ഇറങ്ങിയിട്ടുള്ള ഒരു ഇതായിരുന്നു എനിക്ക് പേടി ഉണ്ടായിരുന്നു. ലൈക്ക് അക്സെപ്റ്റ് ചെയ്യോ, ഇഷ്ടപ്പെടുവോ, ചെയ്തു വെച്ചതൊക്കെ ട്രോള് വരാനുള്ളതൊന്നും ഇല്ലല്ലോ. ഇല്ല അല്ല, അങ്ങനെ പേടി അങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് ഇന്റർവ്യൂസ് പേടിയാണ്. ഇല്ല, അങ്ങനെ ഇന്റർവ്യൂസ് ആണ് എനിക്ക് പേടിയുള്ളൂ, വേറെ ഇല്ല. അല്ല, നമ്മളിപ്പോ അങ്ങനത്തെ സ്വന്തമായിട്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ല, അങ്ങനെ അഭിനയിച്ച് വെച്ച സംഭവങ്ങൾ വെച്ചിട്ട് ആളുകൾ മീംസും ട്രോൾസും ഒക്കെ ഉണ്ടാക്കൂലോ? അതൊന്നും പേടിയൊന്നുമില്ല. അതൊന്നും പേടില്ല. ഇൻ കേസ് അങ്ങനെ വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്? എന്തും അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. അല്ല, ഇന്റർവ്യൂസിലൂടെ വരുമ്പോഴാണ് എനിക്ക് കുറച്ച് പേടിയുള്ളത്. ട്രോൾസും ഇതൊക്കെ വരുമ്പോ വലിയ പേടിയൊന്നുമില്ല. ചെയ്തു വെച്ച സാധനമുണ്ടല്ലോ, അത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ മീംസും ട്രോൾസും ഒക്കെ വരുന്നത്. അത് നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി ഹാപ്പി ആയിട്ടല്ലേ നമ്മൾ എടുക്കുള്ളൂ. പക്ഷെ ഇത് ഞാൻ റിയൽ ആയിട്ടുള്ള ഞാനല്ലേ, ഇതിന് വരുമ്പോഴാണ് അതുകൊണ്ട് ഇത് ആരും ട്രോൾസ് ആക്കരുത്. അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. അല്ല, കുട്ടിക്ക് ഇത്രയും കോൺഫിഡൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ജീവിത സാഹചര്യം. അയ്യോ, അങ്ങനെയല്ല. ലൈക്ക് എനിക്ക് തോന്നണു, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയത് ഞാൻ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ +1 +2 ഞാൻ ഗുരുകുലം സ്കൂളിലാണ് പഠിച്ചത്, ആലത്തൂര്. അറിയോ? ഇല്ല. അറിയേണ്ടതാണ്. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയത്. ലൈക്ക് എന്ത് വന്നാലും നമ്മള് ലൈക്ക് സ്റ്റേറ്റിൽ പോവും, കപ്പടിച്ചിരിക്കും, അങ്ങനത്തെ ഒരു ഇത്. ഞാൻ 8th 9th 10th എനിക്ക് സ്റ്റേറ്റ് എത്താൻ പറ്റിയിട്ടില്ല, ഡിസ്ട്രിക്ട് വരെയാണ് പോയത്. അന്ന് ഞാൻ വേറെ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ +1 +2 ഗുരുകുലത്ത് പോയപ്പോഴാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസും അവിടുത്തെ മോട്ടിവേഷനും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഒരു ഇതുകൊണ്ടാണ് എൻ്റെ ലൈഫ് കുറെ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നതും ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്? സിനിമ തന്നെ. അതെ, ഒറ്റ വാക്കിൽ ആൻസർ പറയുന്നത്. അതെ, സിനിമ. അതെ. ഓക്കെ, അതിന് നമ്മള് മുന്നോട്ട് പോകാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? എല്ലാം നല്ലത് വരണം, ചെയ്യണം, നോക്കണം, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും ആശകളായാലും കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്റെ പേര് സൂര്യ ബാലസുബ്രഹ്മണ്യൻ, അതിൽ പേരിട്ടിട്ടില്ല. അല്ല, കുറെ പേര് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ആരാണ് ഈ കുട്ടി എന്ന് ചോദിക്കണ്ടല്ലോ, അതുകൊണ്ട് പേര് പറഞ്ഞ. അങ്ങനെ ആരും ചോദിക്കരുത്. ആശകളായിരത്തിലെ ജയറാമേട്ടന്റെ മോളാണ് ഈ കുട്ടി, ആരാണെന്ന് ചോദിക്കരുത്. ഓക്കേടാ, താങ്ക് യു സോ മച്ച്.